വാട്സപ്പിലൂടെ പഠിപ്പിച്ച് നമ്മുടെ ഗ്രാമത്തെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ഗ്രാമമാക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റും ഇംഗ്ലീഷ് ഹൗസിനുള്ളതാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. എടാ ഫോട്ടോ ഒന്ന് കാണിച്ചേ. കൊള്ളാലോ. ഇവിടെ എല്ലാം അയക്കണേ, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. ഇടാ നീ പോസ്റ്റ് ചെയ്തിട്ട് ആരെ കാണിക്കാനാ? ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ. ഇടാ നീ ആദ്യമേ എനിക്കയച്ചേ. എല്ലാം നന്നേക്കാടെ. ആ ഫോണിങ്ങതാ. അർജുനെ അനു എന്നാ പറയുന്നടാ? 2 ദിവസമായിട്ട് വിളിച്ചില്ലടാ. പറയാണ്ട് ടൂർ പോകാനൊക്കെ കേൾക്കാൻ ബാക്കിയിരിക്കുന്നേ. എന്തിനാടാ അതിനെങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? പാവം. ഏയ് ദേഷ്യം ഒന്നും ഉണ്ടാവില്ലടാ. എന്നാ പിന്നെ ഇയാളൊന്നും ഉണ്ടാക്കുക. അറിയാതെ വീഴുന്ന പോലെ ഇവരോട് പറയാം. സയൻസ് ആണോ? അതെ. എന്താ സീനിയേഴ്സിനെ കാണുമ്പോൾ എഴുന്നേരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കോളേജ് നിങ്ങളുടെ കൂടെ അല്ലേ? താനാണല്ലേ പാട്ട് പാടിയത്? അത് ചേട്ടൻ ഞാൻ ആ ചേച്ചിമാര് പറഞ്ഞപ്പോ പാട്ട് കേട്ട് വന്നാ ഞാൻ. എൻ്റെ വോയിസുള്ള കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. വളയ്ക്കോ? മറ്റേ ശ്രുതിനോട് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ ശരി ഏട്ടാ. ശ്രുതി അവരെന്താ പറഞ്ഞേ? അതാ ശ്രുതിയുടെ കാര്യം ചോദിച്ചാ. എടാ നിനക്കെന്താ പറയണ്ട്? എന്ത്? എടാ അവളേതായിരുന്നു? ആര്? എടാ നമ്മളിപ്പോ സംസാരിച്ചില്ലേ? ഞാൻ ഒരുത്തരം മാറ്റിയെടുത്ത് സംസാരിച്ചേ. അവളേതാ? സാധാരണ ഞാൻ ആരടുത്തും അങ്ങോട്ട് ഒരു മുട്ടാതെയാണല്ലോ. എന്താ സംഭവം? എന്താ മോനെ ഒരു ലൈൻ മണക്കുന്നുണ്ടല്ലോ? ഒന്നുമില്ല, ഒന്നല്ലാണ്ടെന്നാ മതി. അവളുടെ മിഴിയിലെ മൊഴി അറിയാം, കനവിലും അവളുടെ വഴി തിരയാം, കാറ്റിൽ അവൾ ശ്വാസം വീശും വരം തേടി ദൂരെ നിലാതാരം, വാനിൽ അവൾ ചായും തീരം നിറം ചൂടും നേരം തൊടും ഞാൻ. English house, WhatsApp-ലൂടെ കിട് learning bros. IELTS മുതൽ juniors വരെ spoken English-ലെ പൊടിയാണ് bros. Reason English house, Reason English house. പറഞ്ഞു നാക്കെടുത്തില്ല, അതാ വിളിക്കുന്നു. 2 ദിവസം കാണത്തിന് തെറി പറയാനായിരിക്കും. നിനക്കൊക്കെ വല്ലതും പറയണോ? ഇവര് ഗേൾ ഫ്രണ്ട് ഉള്ളതിൻ്റെ ടെൻഷൻ നമുക്കില്ലാത്തതിൻ്റെ. എടാ നീ ആ കൊച്ചിനെ ദേഷ്യം പിടിപ്പിക്കണം. ഫോണൊന്നും എടുക്കാം. ഹലോ ഹലോ, നീ എവിടെയുള്ളേ? ഞാൻ ഓഫീസിൽ. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. ഒരു പ്രശ്നമുണ്ട്. എന്തുപറ്റി? നീ പെട്ടെന്ന് വാ, ഞാനിവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, വന്നിട്ട് പറയാം. ഓക്കെ. എന്താടാ? അറിയില്ലടാ, എന്തോ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. തല്ലാനായിരിക്കും. തമ്പുരാൻ അറിയാം. എടാ ഞാൻ ഇറങ്ങട്ടെ, നിന്റെ ബൈക്ക് എടുക്കണേ. ഓക്കെ അളിയ, ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വരാം. ഡേ ഫോട്ടോ ആദ്യം നീ ഉണ്ടാക്കും. എന്താടി എന്തുപറ്റി? എന്താ ബാഗായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ നിന്നെ? ഇറക്കി വിട്ടതല്ല,
ഇറങ്ങി വന്നതാ. നീ ഇതെന്തൊക്കെ പറയണേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, മനസ്സിലായോ? നീ കാര്യമായിട്ട് പറയണോ? എന്നിട്ട് എവിടെ പോവാൻ? വേറെ എവിടെ പോവാൻ? നിന്റെ കൂടെ വരും. എൻ്റെ കൂടെ? പിന്നെ അവിടെ പോവാൻ? ഈ ബാക്കായിട്ട് ഇറങ്ങിയിടാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? എടാ, നീ വിചാരിക്കുന്നത് പോലെയല്ല. എനിക്ക് കല്യാണാലോചന വരുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ നല്ല പ്രഷറും ഉണ്ട്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 2 ദിവസമായിട്ട് നിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. രാവിലെ ആണെങ്കിൽ ഒരു മാങ്ങാത്തലയും വീട്ടിൽ കയറി വന്നു. ആര്? മാഡം ഓർഡർ പ്ലീസ്. ഓക്കെ, എന്താ വേണ്ടേ? Whatever you like. അയ്യോ, ഒന്നും ഇവിടെ കിട്ടൂല. 2 ചോക്ലേറ്റ് ഷേക്ക്. താങ്ക് യു മാഡം. ഹലോ, അനഘയല്ലേ? അതെ, ആരാ? ഈ ഇൻസ്റ്റാഗ്രാമിൽ പാട്ടൊക്കെ പാടി റീൽസൊക്കെ ഇടുന്ന അനഘ? അതെ, താനാരാ? ഫാനാണോ കുട്ടി? ഫാൻ? തനിക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. എടോ, തൻ്റെ ഓരോ പാട്ടിൻ്റെയും താഴെ ലൈക്കും കമൻറ്റും ഒക്കെ വാരി ഉതിർന്ന അജയ് ഘോഷ്. തനിക്ക് മനസ്സിലായില്ലേ? ഓ, താനായിരുന്നു അത്. തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തില്ലേ? അജയ് ഘോഷ് അത് കണ്ടില്ലേ? കണ്ടു. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഫോളോവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ അജയ് ഘോഷിനെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. എടോ, തനിക്കിപ്പോൾ എന്താ വേണ്ടത്? എടോ, തനിക്ക് ഫോളോവേഴ്സിനെ കൂട്ടിത്തരണോ? ആ, എന്ത്? അതായത് അനഘ, താനിങ്ങനെ ഗിറ്റാറും കൈ പിടിച്ച് തൊണ്ടയലച്ച് പാട്ട് പാടി റീൽസ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഫോളോവേഴ്സ് വേണം, ലൈക്ക് കൂടണം, എന്നാലേ ഫേമസ് ആവും. അതിനാണ് എന്നെ പോലുള്ളവർ. വേണമെന്നില്ല, എനിക്ക് ഇപ്പോൾ ഉള്ള ഫോളോവേഴ്സും കിട്ടുന്ന ലൈക്സും മതി. താനൊന്ന് പോയേ. അയ്യോ, അങ്ങനെ പറയരുത്. എടോ, താനും ഞാനോട് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പുതിയ പൂത്തുമ്പി കുർലമാമ സൃഷ്ടിച്ചൂടെ? ആ, ഭക്ഷണം വന്നല്ല, നിങ്ങൾ കഴിക്കണല്ലേ? ഇല്ല, ഞങ്ങളിപ്പോൾ വരാം. കുർലമാമ കൂട്ടുകാരിയല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ചേട്ടാ, ബില്ല് അവിടെ കൊടുത്താൽ മതി. എന്താ പണിയായിരിക്കല്ലോ എനിക്കിട്ട്. ആ, ശരി, ബൈ. എടി, എന്നെ ആരൊക്കെ പെണ്ണ് കാണാനൊക്കെ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വട്ടാവുക. അവനാണെങ്കിൽ 2 ദിവസമായിട്ട് വിളിച്ചിട്ടെടുക്കുന്നില്ല. സർപ്രൈസ് ആയാലും കുട്ടി. അനഘ, എൻ്റെ 10 ഏക്കർ റബ്ബർ തോട്ടത്തിന് നടുവിൽ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകളൊന്നും നീയായിരുന്നു അനഘ. സത്യമായിട്ടും ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ടൊന്നൊരു കാര്യമില്ല കുട്ടി. 1 സൈഡ് ലവ് എന്നും പെയിൻഫുള്ളാണ്, അല്ലേ കുട്ടി? അജയ് ഘോഷ് ഏതാവൻ? എനിക്കൊന്നും അറിയില്ല. കിട്ടിയതൊക്കെ വാരിപ്പറക്കി ഞാൻ ഇങ്ങ് വന്നു. ഇനിയിപ്പോൾ ഞാനെന്ത് വേണമെന്ന് നീ പറയുന്നേ? എടാ, നീ കൈവിടില്ല എന്നുള്ള വിശ്വാസമില്ല ഞാൻ വന്നേ. നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അനു, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് നീ ബാഗ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ. ഞാനൊന്ന് സെറ്റിലായി വരുന്നേ ഉള്ളൂ. എടാ, എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. ആ തെണ്ടി എന്നെ വിടുന്ന മട്ടില്ല. വീട്ടുകാരാണെങ്കിൽ അതിൻ്റെ അപ്പുറവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ബാഗ് എടുത്ത് വീട്ടിലേക്കല്ലേ, നിന്റെ അച്ഛനും അമ്മയല്ലേ, അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ആരുടെ? അതൊന്നും നടക്കില്ല. എനിക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല്ലയോ? ഇല്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു നീ പറയുന്നത്? നീ അത് പ്രാക്ടിക്കലെന്ന് ചിന്തിക്ക്, അല്ല എന്താന്ന് വെച്ചാ ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ നമ്മൾ തമ്മിൽ? അത്രേ ഉള്ളൂ. എടി, 5 കൊല്ലം ഞാൻ നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്നത് നിന്നെ അങ്ങനെ പാതി വഴിയിൽ ഇട്ടെറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല. നിന്റെ അച്ഛനും അമ്മയും അവർ സന്തോഷത്തോടെ നിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നൊരു ദിവസം ഉണ്ടാവും. അതിനെനിക്ക് കുറച്ചുകൂടി സമയം വേണം, അത്രയും ചോദിക്കുന്നുള്ളൂ. തീരെ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യും. ഞാൻ എൻ്റെ അച്ഛനമ്മയൊക്കെ കൂട്ടി നിൻ്റെ അച്ഛനമ്മയും വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എനിക്ക്. അത് മതിയോ? എന്താടി? അതെ, പേടിക്കണ്ട. അവള് വീട്ടിൽ നിന്ന് ഒളിച്ചോടി ഒന്നും വന്നതല്ല. നമ്മളെ ലേ ലഡാക്കിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. നീ ഇതെന്തൊക്കെ പറയുന്നേ? കാര്യമൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? ഇല്ല. വീട്ടിലെ സംഗതി വഷളാവെന്ന് തോന്നിയപ്പോഴേ ഞാൻ ഇവളെ വിളിച്ചു. അപ്പൊ ഇവള് പറഞ്ഞു 4-5 പേരും കൂടെ ട്രിപ്പ് പോവാൻ നിൽക്കാന്ന്. പിന്നെ ഞാനത് നോക്കാൻ. അപ്പൊ ഇത്ര നേരം പറഞ്ഞതോ? അത് ഞാൻ ചുമ്മാ. ഞാൻ പോയി വരുമ്പോഴേക്കും വീട്ടുകാരൊക്കെ ഒന്ന് സെറ്റാവും. എന്നിട്ട് ഞാൻ തന്നെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റായിക്കോളാം. നീ നിനക്ക് ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ വീട്ടുകാരെ കൂട്ടി വന്ന് പെണ്ണ് വയ്ക്കേ. അതുവരെ നമുക്കിങ്ങനെ പോവാം. എന്താ ഓക്കെ അല്ലേ?
നിന്നെ സമ്മതിച്ചോട്ടോ. എടി ട്രെയിന് ടൈം ആയിട്ടോ വാ പോവാ. വാ പോട്ടെ. പോയിട്ടോ. കനവിലും അവളുടെ വഴി തിരയാ കാറ്റിൽ അവൾ ശ്വാസം